നമസ്കാരം. മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ ഭരണകാലത്ത് തെലങ്കാനയിലുടനീളം വലിയ തോതിൽ ഫോൺ ചോർത്തൽ നടന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയായി രേവന്ത് റെഡ്ഡി അധികാരത്തിലേറിയതിനു ശേഷം രൂപീകരിച്ച അന്വേഷണ സംഘമാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അന്ന് രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ, മറ്റ് വ്യവസായികൾ തുടങ്ങിയവരുടെ ഫോൺ ചോർത്തിയതായി ചില പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ നിലവിൽ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ കഴിയുന്ന സംസ്ഥാനത്തിന്റെ മുൻ ഇന്റലിജൻസ് ബ്യൂറോ മേധാവി ടി പ്രഭാകർ റാവുവിന് സർക്കാർ നോട്ടീസ് ഉൾപ്പെടെ അയച്ചിട്ടുമുണ്ട്. തെലുങ്ക് TV ചാനൽ 1 ന്യൂസ് നടത്തുന്ന ശരവൺ റാവു, പോലീസ് ഉദ്യോഗസ്ഥനായ രാധാകൃഷ്ണ റാവു എന്നിവർക്കെതിരെ ലുക്കിംഗ് നോട്ടീസുകളും നിലവിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും രേവന്ത് റെഡ്ഡിയുടെ ഫോൺ ചോർത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ വസതിക്ക് സമീപം ഇമ്പോർട്ട് ചെയ്ത ഫോൺ ടാപ്പിംഗ് ഉപകരണങ്ങൾ സ്ഥാപിച്ചിരുന്നു എന്നാണ് ഈ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇസ്രായേലിൽ നിന്നും കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെയാണ് ഇത്തരത്തിലുള്ള ഫോൺ ടാപ്പിംഗ് ഉപകരണങ്ങൾ ഇമ്പോർട്ട് ചെയ്തത് എന്നുകൂടി, ഇറക്കുമതി ചെയ്തത് എന്നുകൂടി സംഘം കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല 300 മീറ്റർ ചുറ്റളവിലുള്ള എല്ലാ ഫോൺ സംഭാഷണങ്ങളും പിടിച്ചെടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഉയർന്ന നിലവാരത്തിലുള്ള ഫോൺ ടാപ്പിംഗ് ഉപകരണങ്ങൾ തന്നെയായിരുന്നു ഇതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത്. രാഷ്ട്രീയക്കാരും വ്യവസായികളും മാത്രമല്ല, മറിച്ച് ചില ജ്വല്ലറി ഉടമകൾ, അതിനോടൊപ്പം സംസ്ഥാനത്തെ പ്രശസ്തരായ ചില സിനിമാ താരങ്ങൾ എന്നിവരുടെ ഫോണുകളും ചോർന്നു എന്ന് തന്നെയാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം. എന്തായാലും രേവന്ത് റെഡ്ഡിയുടെ ഭാഗത്ത് നിന്നും ഒരു നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമുക്കറിയാം, രേവന്ത് റെഡ്ഡി അധികാരത്തിലേറിയ സമയത്ത് തന്നെ ഈ KCRനെതിരെ പ്രതികാര നടപടി ഉണ്ടായേക്കാം. കാരണം രേവന്ത് റെഡ്ഡിയോട് അദ്ദേഹം ചെയ്തതിനൊക്കെ തിരികെ കണക്ക് ചോദിച്ചേക്കാം എന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയും രേവന്ത് റെഡ്ഡിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു നീക്കമൊന്നും ഉണ്ടായില്ല. പക്ഷേ അങ്ങനെ ഒരു നീക്കം ഉണ്ടാവാതിരുന്നത് ഇത്തരത്തിൽ വളരെ വാലിഡായ ചില തെളിവുകൾ ലഭിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു രേവന്തും കൂട്ടറും എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. KCRന്റെ മകൾ K കവിത നിലവിൽ മദ്യനയ കേസിൽ അകത്താണ്. ഇനി ഫോൺ ചോർത്തലിന് അച്ഛൻ കൂടി അഴിക്കുള്ളിലാവുകയാണെങ്കിൽ അത് പാർട്ടിയെ കാര്യമായ തോതിൽ തന്നെ ബാധിക്കും. കാരണം കെ ചന്ദ്രശേഖർ റാവുവും കവിതയും ഒന്നും മുന്നണിയിലില്ല എങ്കിൽ പിന്നെ BRS എന്ന പാർട്ടിക്കും അധികം ആയുസ് ഉണ്ടാവില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.